എല്ലാവർക്കും ശങ്കർ IAS അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ്. ഇത് എടുത്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ നിന്നാണ്. അപ്പം ഫൈറ്റിംഗ് റേഞ്ചേഴ്സ് ഇൻ കൊങ്കോ എംബസീസ് അണ്ടർ അറ്റാക്ക്. അപ്പം ആർട്ടിക്കിൾ സംസാരിക്കുന്നത് ഇപ്പോൾ കൊങ്കോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഗവൺമെന്റിനും M23 റബൽസിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കൊങ്കോ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോകാം. അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോ. അപ്പം കൊങ്കോ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ തന്നെ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് ദ കൊങ്കോയും രണ്ടാമത്തേത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ്. അത് 9 രാജ്യങ്ങളുമായിട്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോ അതിർത്തി പങ്കിടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് കൊങ്കോ, പിന്നെ അങ്കോള, സാംബിയ, തൻസാനിയ, ബുറണ്ടി, റുവാണ്ട, ഉഗാണ്ട ആൻഡ് സൗത്ത് സുഡാൻ. ഈ രാജ്യങ്ങളും ഇങ്ങനെ 9 രാജ്യങ്ങളുമായിട്ടാണ് ഈ കൊങ്കോ എന്ന് പറയുന്ന രാജ്യം അതിർത്തി പങ്കിടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപിറ്റൽ, ഇതിൻ്റെ തലസ്ഥാന നഗരം എന്ന് നോക്കിയാൽ കിൻഷാസയാണ് ഇതിൻ്റെ തലസ്ഥാനം. ഇതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ഇമ്പോർട്ടൻസും ഈ ഒരു തലസ്ഥാനത്തിനുണ്ട്. അതുപോലെ തന്നെ ഈ തലസ്ഥാനം കിൻഷാസ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാസവിൽ, ക്യാപിറ്റൽ ഓഫ് റിപ്പബ്ലിക് ഓഫ് കൊങ്കോ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കിൻഷാസ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയുടെ തലസ്ഥാനം സ്ഥിതി ചെയ്തിരിക്കുന്നത് കൊങ്കോ നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഈ രാജ്യത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് പറയാൻ കഴിയുന്നത് കൊങ്കോ റിവർ തന്നെയാണ്. ഇറ്റ് ഈസ് എ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ ആഫ്രിക്ക ആഫ്റ്റർ നൈൽ. നൈലിന് ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് കൊങ്കോയാണ്. അതുപോലെ തന്നെ ഡീപ്പസ്റ്റ് ഇൻ ദ വേൾഡ്, അതായത് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയും ഈ കൊങ്കോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഇറിഗേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എല്ലാം തന്നെ ഈ ഒരു നദിക്കുണ്ട്. അതിന് ഉദാഹരണമാണ് ഗ്രാൻഡ് ഇൻക ഡാം ഈ കൊങ്കോ നദിയിൽ സ്ഥിതി ചെയ്യും. അപ്പോൾ ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. നമുക്കറിയാം കൊങ്കോ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ രാജ്യമാണ്, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ മഴക്കാടുകളാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഗ്ലോബലി ആഫ്റ്റർ ആമസോൺ. ആമസോണിന് ശേഷം ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ മഴക്കാടുള്ളത് കൊങ്കോയിലാണ്. അതുപോലെ തന്നെ ഇത് ഒത്തിരി വൈൽഡ് സ്പീഷീസുകളെയൊക്കെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഗൊറില്ല, വൈൽഡ് എലിഫന്റ്, ഒക്കാപ്പീസ് ഇതുപോലെയുള്ള സ്പീഷീസുകളൊക്കെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുനെസ്കോ റെക്കഗ്നൈസ്ഡ് സൈറ്റുകളുണ്ട്, നാഷണൽ പാർക്കുകളുണ്ട്. അതൊന്നെന്ന് പറഞ്ഞാൽ വിരുങ്ക നാഷണൽ പാർക്കാണ്. ഇതിൻ്റെ അകത്ത് ധാരാളം മൗണ്ടൻസും അതുപോലെ വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങളും, അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവി എന്ന് പറയുന്നത് ഗൊറില്ല വർഗ്ഗങ്ങളാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സലോങ്ക നാഷണൽ പാർക്കാണ്. ഇതാണ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് റിസർവ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് റിസർവ് എന്ന് പറയുന്നത് ഈ സലോങ്ക നാഷണൽ പാർക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ലേക്സ് ആൻഡ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്, തടാകങ്ങളും മലകളും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തടാകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൻഗാനിക, അതുപോലെ തന്നെ ആൽബർട്ട് കീവ്, ഇതെല്ലാമാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തടാകങ്ങൾ. പിന്നെ റുവൻസോറി മൗണ്ടെയിൻസ് എന്ന് പറയുന്ന മൗണ്ടെയിൻ പർവ്വത നിരകളും നമുക്ക് ഈ കൊങ്കോയിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ പർവ്വത നിരകളെ അറിയപ്പെടുന്നത് മൗണ്ടെയിൻസ് ഓഫ് ദ മൂൺസ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പീക്ക്, അതിൻ്റെ കൊടുമുടിയിൽ എപ്പോഴും മഞ്ഞ് മൂടിയ കൊടുമുടിയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ എപ്പോഴും മൗണ്ടെയിൻസ് ഓഫ് ദ മൂൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റിലേക്ക്, അവിടുത്തെ കാലാവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, ഉഷ്ണ കാലാവസ്ഥയാണ് നമുക്ക് കൊങ്കോയിലുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാം, രാവിലെ ഭയങ്കരമായിട്ടുള്ള ചൂടും അതിനുശേഷം ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് കൊങ്കോയിലുള്ളത്. അതാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ വെജിറ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഡെൻസ് ഫോറസ്റ്റ് ആണ് കൊങ്കോയുടെ നോർത്ത്, അതുപോലെ തന്നെ സെൻട്രൽ കൊങ്കോ എല്ലാം തന്നെ കാടുകളാണെങ്കിൽ അതിൻ്റെ ദക്ഷിണപാദത്തിലേക്ക്, അതായത് സൗത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാവന, അതായത് പുൽമേടുകളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വെജിറ്റേഷൻസ് ആണ് ഇതിൻ്റെ കിഴക്കൻ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് 9 രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9 രാജ്യങ്ങളെയും കണക്ട് ചെയ്യാൻ ഈ കൊങ്കോ ഒരു ഹബ്ബായിട്ട് തന്നെ നമുക്ക് പറയാം. 9 രാജ്യങ്ങളും കണക്ട് ചെയ്യുന്ന ഒരു ഹബ്ബാണ് കൊങ്കോ. അതുപോലെ തന്നെ മിനറൽ വെൽത്തിലേക്ക് വരികയാണെങ്കിൽ കൊങ്കോയിലാണ് 60% ഓഫ് ദ വേൾഡ്സ് കൊബാൾട്ട് റിസർവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊബാൾട്ടിന് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ് കൊങ്കോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ എ ലീഡിങ് എക്സ്പോർട്ടർ ഇൻ അതർ മിനറൽസ് ഇൻക്ലൂഡിങ് കോപ്പർ, ഡയമണ്ട് പോലെയുള്ള മിനറൽസും ധാരാളം കൊങ്കോയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൊങ്കോയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ആണ്. എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരത
നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഈ M23 റിബൽസും ഗവൺമെന്റും തമ്മിലുള്ള സംഘടനമാണ്. പിന്നെ അതുപോലെ തന്നെ കൊങ്കോ പല കാരണങ്ങളാലും ഗ്ലോബൽ അറ്റൻഷൻ, ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മിനറൽ ഡെപ്പോസിഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒത്തിരി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ റിസീവ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഒത്തിരി UN പീസ് കീപ്പിംഗ് മിഷൻസും ഈ ഒരു രാജ്യത്ത് നടക്കുന്നുണ്ട്. ബിക്കോസ് ഈ രാജ്യത്ത് ധാരാളം എത്നിക്കൽ ടെൻഷൻസും ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് സ്പിൽ ഓവർ എഫക്റ്റുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 രാജ്യങ്ങളും 9 രാജ്യങ്ങൾ കൊങ്കോയെ ചുറ്റിയുണ്ട്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയെ ചുറ്റിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നം ഈ നെയ്ബറിംഗ് രാജ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് അഭയാർത്ഥികൾ ധാരാളം കൊങ്കോയിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1990-91 നടന്നിട്ടുള്ള റുവാണ്ടൻ കലാപ സമയത്ത് അല്ലെങ്കിൽ റുവാണ്ടൻ വംശഹത്യയുടെ സമയത്ത് ധാരാളം റിഫ്യൂജികൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയിലേക്ക് അന്ന് വരികയുണ്ടായി. അപ്പോൾ ഇത് പിന്നീട് അവിടെ മറ്റു തരത്തിലുള്ള സോഷ്യൽ ടെൻഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. ഇതിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, എക്കോണമിക് ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ എക്കോണമിക് ഇമ്പോർട്ടൻസ് ആണ് മിനറൽ ഡെപ്പോസിഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു 60% ലോകത്തിന്റെ കൊബാൾട്ട് കാണാൻ കഴിയുന്നത് കൊങ്കോയിലാണ്. അതുപോലെ തന്നെ ഡയമണ്ട്, കോപ്പർ ഇതുപോലെയുള്ള ധാരാളം മിനറൽസ് നമുക്ക് കൊങ്കോയിൽ ലഭ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഹൈഡ്രോ പവർ എന്ന് പറഞ്ഞാൽ കൊങ്കോ റിവർ ആണ് ഇതിന് പ്രധാന കാരണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഏറ്റവും രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് കൊങ്കോ. ഒന്നാമത്തെ നൈലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് കൊങ്കോ. സോ അതുകൊണ്ട് തന്നെ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഉദാഹരണമാണ് ഗ്രാൻഡ് ഇൻക ഡാം. നമ്മൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. പിന്നെ അടുത്തൊരു അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിൽ അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ പോലും അഗ്രികൾച്ചറിന് അതിൻ്റെതായിട്ടുള്ള നാച്ചുറൽ ചലഞ്ചസും ഉണ്ട്. അതിന് ഉദാഹരണമാണ് മഴ. അമിതമായിട്ടുള്ള മഴ കാരണം ഇവിടുത്തെ സോയിൽ പൊതുവെ അത്ര ഫെർട്ടൈൽ ആയിരിക്കില്ല. പക്ഷേ കൊങ്കോയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ നോർത്തും അതുപോലെ തന്നെ സെൻട്രൽ കൊങ്കോയിലും ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സദേൺ കൊങ്കോയിൽ സവാനയുണ്ട്. അതുപോലെ അതായത് ഗ്രാസ് ലാൻഡുകളാണെങ്കിൽ ഈസ്റ്റേൺ കൊങ്കോയിൽ ഹൈലാൻഡ് വെജിറ്റേഷൻ ഉണ്ട്. സോ അവിടെ വെജിറ്റേഷൻ പോസിബിൾ ആണ്. ബട്ട് ഈ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമ്പത്തികപരമായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി കാരണം ഇവർക്ക് ഈ ഒരു അഗ്രികൾച്ചർ സെക്ടർ അത്ര പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കൊങ്കോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. സോ അതിനെ അടിസ്ഥാനമാക്കി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുക. വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ദ കൊങ്കോ ബേസിൻ? കൊങ്കോ ബേസിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാമറൂൺ, ഓപ്ഷൻ ബി നൈജീരിയ, ഓപ്ഷൻ സി സൗത്ത് സുഡാൻ ആൻഡ് ഓപ്ഷൻ ഡി ഉഗാണ്ട. നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.